ഇതിലാണല്ലോ. അപ്പോൾ അദ്ദേഹം കേസ് കൊടുത്ത K4-നകത്തല്ലേ ഹൈക്കോടതി ചോദിച്ചത് പബ്ലിക് ഇൻട്രസ്റ്റ് ആണ് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ? അദ്ദേഹം പറഞ്ഞു ഏതൊരു ചീഫ് ജസ്റ്റിസ് എന്തോ പറഞ്ഞു എന്നാണ്. അപ്പൊ കോടതിയിൽ തനിക്ക് ഇഷ്ടമല്ലാതെ വരുമ്പോ അങ്ങനെയാണോ പരാമർശിക്കുക? ആ കേസ് തള്ളിയില്ലേ? ക്യാമറ ഒരു തെളിവും ഹാജരാക്കാൻ, ഇത്രയും വലിയ ഇതിനകത്ത് ഒരു തെളിവും ഹാജരാക്കാൻ കഴിയാത്ത വിധം ദയനീയമായി പരാജയപ്പെട്ടു എന്ന് വിധിക്കകത്ത് എഴുതി വെച്ചില്ല. അദ്ദേഹത്തിന്റെ കേസല്ലേ. ഒരു യുവ സംരംഭകൻ വന്നപ്പോ ഓട്ടോറിക്ഷക്കാരന്റെ ഡ്രൈവർ ഷെയർ എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചില്ലേ? സ്പ്രിംഗ്ലർ ഇപ്പോ ഇവിടെ ഡൽഹിക്ക് അടുത്ത് വലിയ തോതിലുള്ള സംവിധാനം തുടങ്ങിയില്ലേ? 26,000 കോടി ഷെയറുള്ള ആസ്തിയുള്ള സംവിധാനമായി സ്പ്രിംഗ്ലർ വളർന്നില്ല. മലയാളിയുടെ ഇവിടെ തുടങ്ങാൻ പറ്റാത്ത രൂപത്തിൽ വിവാദമുണ്ടാക്കിയ ആളുകളല്ലേ. അതേപോലെ തന്നെ നിയമസഭയ്ക്കകത്ത് ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഒന്നും അനങ്ങിയില്ലല്ലോ. ഹരിത MLA-മാർ അന്ന് പറഞ്ഞു ഈ ഇൻവെസ്റ്റ് സമ്മിറ്റിൽ വന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ അനുവദിക്കില്ല. എന്റെ കയ്യിലെല്ലാം ബ്ലോഗ് ഇരിക്കല്ലേ, അദ്ദേഹം എഴുതിയതെല്ലാം. അപ്പൊ പ്രതിപക്ഷ നേതാവ് ഇപ്പൊ കുറച്ച് നാളെ വല്ലാതെ നിലമറന്നു പോകുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അദ്ദേഹത്തിന്റെ കാര്യങ്ങളല്ലേ ഇത് ഇപ്പൊ പണ്ടത്തെ പോലെ അല്ലല്ലോ, എല്ലാം എല്ലാവരുടെ കയ്യിൽ പബ്ലിക് ഡൊമൈനിൽ നിൽക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ അത് മനസ്സിലാക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ എല്ലാ പദ്ധതികളെയും എതിർക്കുന്ന സമീപനം സ്വീകരിച്ചിരുന്നു. ഒരു വശത്ത് പ്രത്യേകമായൊരു പരിവേഷം, മറുവശത്ത് ഈ മാധ്യമ പരിലാളനകളിലൂടെയുള്ള ഒരു ഊതി വീർപ്പിക്കലാണെന്നുള്ളതാണ് ഇതെല്ലാം മനസ്സിലാക്കുന്നത്. അത് പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരു പദവിയിൽ ഇരിക്കുന്ന ആൾ, ഒരു ചുമതലയിൽ വഹിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും യോജിക്കുന്നതല്ല. ഇത്രയും കാര്യങ്ങൾ ഞാനിപ്പോ നിങ്ങളുടെ മുൻപിൽ ഈ വീഡിയോകൾ വച്ചിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് എന്തായാലും ചിലത് കയ്യിലുണ്ടെന്ന് പറഞ്ഞത് നമുക്ക് നിയമസഭയിൽ വേണമെങ്കിൽ ചർച്ച ചെയ്യാം, പുറത്ത് വേണമെങ്കിൽ ചർച്ച ചെയ്യാം, നല്ല രീതിയിൽ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാം. നിയമസഭയിൽ ഇത് പറയുമ്പോൾ നിശബ്ദനായി കേട്ടിരിക്കുകയും പുറത്തു വന്നിട്ട് നിങ്ങളാരും ചോദിക്കില്ല എന്ന നല്ല ധൈര്യം ഉള്ളത് കൊണ്ട് ഇത്തരം നുണകൾ, പച്ച നുണ തന്നെ, നിയമസഭയ്ക്ക് നുണ എന്ന് പറയാൻ പറ്റില്ല, വസ്തുതാ വിരുദ്ധം എന്ന് പറയാൻ പറ്റുള്ളൂ. പുറത്തു പറയുന്നതിൽ തെറ്റില്ല. അതിങ്ങനെ പറയുന്ന രീതി അത് അദ്ദേഹം തന്നെയാണ് ചിന്തിക്കേണ്ടത്. ഇന്നത്തെ കാലത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തന രീതിയാണോ, കാലഹരണപ്പെട്ട ഒരു രീതിയല്ലേ അദ്ദേഹം പിന്തുടരുന്നതെന്ന് അദ്ദേഹം തന്നെ നോക്കണം. അത് ഗൗരവമായ പ്രശ്നമാണ്. തനിക്ക് ഇഷ്ടമില്ലാത്ത ഓപ്പൺ കോർട്ടിൽ പറയുന്നതിന് എന്തെല്ലാം കാര്യങ്ങൾ വന്നിരിക്കുന്നു. അത് വെച്ചിട്ടല്ല എന്തെല്ലാം വിവാദം ഉണ്ടാക്കിയിരിക്കുന്നു ഇവര് തന്നെ. അപ്പോ ഓപ്പൺ കോർട്ടിന് നീതിന്യായ സംവിധാനത്തെ പരസ്യമായി ഇങ്ങനെ അധിക്ഷേപിക്കാനായിട്ട് പ്രതിപക്ഷ നേതാവിന് എങ്ങനെ കഴിയുന്നു? അത് ഗൗരവമായ കാര്യം തന്നെ ജുഡീഷ്യറി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നടത്തിയാൽ നിങ്ങൾ ഒരു മാസം ആഘോഷിക്കുമായിരുന്നില്ലേ? വെറും ഒരു പരിശോധനയ്ക്ക് ആരെങ്കിലും പോയാൽ വ്യവസായികളാകെ പോകുന്നു എന്നല്ലേ പറയുക. ഇതെനിക്കോട് ന്യൂസ് അവർ ഒന്നും ചർച്ച ചെയ്തതായിട്ട് കണ്ടില്ല. ഇന്നലെ ആയതുകൊണ്ടായിരിക്കും, ഇന്ന് നിങ്ങൾ ചർച്ച ചെയ്യുമായിരിക്കും. IT റെയ്ഡിനിടയിൽ നമുക്ക് അതിന്റെ മറ്റു വിശദാംശങ്ങൾ അറിയില്ല. ഒരു ആൾ വളരെ കേരളത്തിൽ നിന്ന് വളർന്ന് കേരളം, ബാംഗ്ലൂര്, കർണാടക, മറ്റു പ്രദേശങ്ങൾ, വിദേശത്തേക്ക് ഉൾപ്പെടെ വ്യവസായം വിപുലപ്പെടുത്തിയ ഒരാൾ റെയ്ഡിനിടയിൽ സ്വയം വെടിയേറ്റ് മരിച്ചിരിക്കുന്നു. അത് അതീവ ഗൗരവമായ കാര്യമല്ലേ? ഇത്തരം കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് നമ്മുടെ വ്യവസായികളെ കൊണ്ടുപോകുന്ന രീതി നമ്മുടെ രാജ്യത്ത് നിലനിൽക്കല്ലേ? ഒന്നുകിൽ ബോണ്ടിലേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ജയിലിൽ പോവുക, അല്ലെങ്കിൽ പിന്നെ BJP ചേരാ, അതല്ലെങ്കിൽ ഈ രൂപത്തിൽ ജീവൻ ഒടുക്കുക എന്ന അവസ്ഥയിലേക്ക് വരുന്നു എന്നുള്ളത് അതീവ ഗൗരവമായ കാര്യമാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ മരണം ഏറെ ഞെട്ടലുളവാക്കുന്നതാണ്, അപ്രതീക്ഷിതമാണ്. നല്ല രീതിയിൽ ചെറുതിൽ നിന്ന് വളർന്ന് ആത്മധൈര്യത്തോടു കൂടി മുന്നോട്ട് പോയിരുന്നതാണ്. ആത്മസംഘർഷത്തിലേക്ക്, സമ്മർദ്ദത്തിലേക്ക് നയിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ സഹോദരനും മറ്റു ബന്ധുക്കളും പറഞ്ഞിട്ടുള്ളത്. അത് സംബന്ധിച്ച് വളരെ വിശദമായ ഒരു അന്വേഷണം നമ്മുടെ രാജ്യത്ത് നടക്കേണ്ടതുണ്ട്. അത് ഗവൺമെന്റ് നടത്തണം. അല്ലെങ്കിൽ ഇത്തരം കേസുകൾ, ഈ PLI ആക്ടിന് സവിശേഷമായ അധികാരമുള്ളത് അതിപ്പോ റിവ്യൂ ചെയ്യുന്നുണ്ട് സുപ്രീം കോടതി ഇത്തരം കാര്യങ്ങളിലൂടി ഒരു സുവമോട്ടോ പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ.